യെസ്. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ ഓഫീസർ? ഇല്ല, മാഡത്തിന് പോവാം. അത് ശരിയാവില്ലല്ലോ. ലൈറ്റർ? എൻ്റെ ലൈറ്റർ ഒന്നും ഇല്ല മാഡം. അതെന്താണോ തൻ്റെ കയ്യിൽ ലൈറ്റർ ഒന്നും ഇല്ലാത്തത്? താനിപ്പോ ഞാൻ കാറിലിരുന്നപ്പോ എന്തോ ചൊറിയുന്ന വർത്താനം പറഞ്ഞല്ലോ എന്നോട്. അതൊന്ന് റിപ്പീറ്റ് ചെയ്ത് കേൾക്കാനാ ഞാൻ ഇറങ്ങി വന്നത്. ഞാനൊന്നും പറഞ്ഞില്ല മാഡം. ദേ, അത്യാവശ്യം തൊലിവെളുപ്പും മിനുമിനുപ്പും ഉള്ള കൊള്ളാവുന്ന വീട്ടിലെ പെമ്പിള്ളാരെ കാണുമ്പോ ഇയാളുടെ നാവ് ചൊറിഞ്ഞ് വരുന്നുണ്ടെങ്കിലേ അത് ഇങ്ങോട്ട് വേണ്ട. ഇത് പെണ്ണ് വേറെയാ. സോറെ, നല്ല ഫിറ്റാണ്. അടുത്ത് നിൽക്കുമ്പോ തന്നെ കള്ള് നാർന്നു. പാടൻ മീ? ഒന്നുമില്ല മാഡം, മാഡത്തിനോട് പൊയ്ക്കോളാനാ പറഞ്ഞു. അതെങ്ങനാ ശരിയാവുന്നത്? എന്നെ പറ്റി ഇവളെന്താ പറഞ്ഞത്? കള്ളു കുടിച്ചിട്ടുണ്ടെന്നോ? കള്ളല്ലടി ഞാൻ കുടിച്ചത്. നല്ല ഒന്നാം തരം ഫോറിൻ ലിക്കറാ. 3000 രൂപ സർക്കാരിന് ടാക്സും കൊടുത്ത് നല്ല അന്തസ്സായിട്ട് വിൽക്കുന്ന ലിക്കർ. നീയോ നിന്റെ അച്ഛനോ പോലും കേട്ടിട്ട് പോലും ഇല്ലാത്ത അസല് തറവാടി. മാഡം, മര്യാദയ്ക്ക് സംസാരിക്കണം. ഇല്ലെങ്കിൽ താൻ എന്ത് ചെയ്യൂടോ? മൂക്കി കയറ്റി വലിച്ചു കളയുമോ? മാഡം, ഇപ്പൊ പോ. പോയില്ലെങ്കിൽ താൻ എന്ത് ചെയ്യൂടോ? കള്ളു കുടിച്ചെന്നും പെണ്ണ് പിടിച്ചെന്നും പറഞ്ഞ് തന്നെ പോലുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് സാധാ ജനത്തിന്റെ മേലെ കുതിര കയറാൻ വേണ്ടി മാത്രം ഉള്ളതല്ല ഈ നാട്. എന്നെ പോലുള്ള മോഡേൺ യൂത്തിന് രാവും പകലും വിഹരിക്കാൻ കൂടി ഉള്ളതാ. ഞങ്ങൾ ആടും പാടും വേണമെങ്കിൽ കുടിക്കും. ഇയാളുടെ കോപ്പിലെ സദാചാരത്തിന് നിരക്കാത്ത പലതും ചെയ്യും. താനൊക്കെ എന്ത് ചെയ്യണോ? എല്ലാം കഴിഞ്ഞ് രാജപാതയിലൂടെ ഇങ്ങനെ വരുമ്പോ വെറുതെ കയറി വഴി മുടക്കരുത്. ജീവന് കൊതിയുണ്ടെങ്കിൽ സല്യൂട്ട് അടിച്ച് മാറി നിന്നോണം. അല്ലെങ്കിൽ പട്ടി വണ്ടി കയറി ചാവുന്നത് പോലെ ആരെങ്കിൽ റോഡിൽ കിടന്നെന്ന് വരും. ഒരുത്തന്റെ മുൻപിൽ മറുപടി പറയേണ്ടി വരില്ല ഞാൻ. പറഞ്ഞു കൊടുത്തേക്കണം പറ്റവർക്കൊക്കെ. കേട്ടണോ? ഇയാടെ നാക്ക് മാത്രമല്ല കയ്യും ചൊറിയുന്നുണ്ടല്ലേ? എന്നാലേ അതോടിച്ച് മടക്കി അങ്ങെടുത്ത് വെച്ചാ മതി. നാളെ പീഡന കേസിൽ അകത്ത് കിടക്കണം തനിക്ക്. യൂണിഫോമും മാനവും ഒക്കെ നഷ്ടപ്പെട്ട് പുഴു വരിച്ച് നരകിക്കണോന്ന്. പെണ്ണാരാണെന്ന് അറിയണ്ടേ തനിക്ക്? ഈ ഞാൻ തന്നെയാണോ? ശത്രുവിനെ തോപ്പിക്കാൻ വേണ്ടി ഏത് കളിയും കളിക്കാൻ മടിയില്ലാത്ത മധുശ്രീ. തയ്യാറാണെങ്കിൽ വാടോ, നമുക്കൊന്ന് നോക്കാം. കുടുംബവും കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതല്ലേ, വിട്ട് പിടിച്ചേക്ക്. അല്ലെങ്കിൽ മാനം കെട്ട് കുടുംബത്തോടെ കൂട്ട് ആത്മഹത്യ ചെയ്യേണ്ടി വരും. ഇനിയും ഇതുപോലെ പാതിരാത്രി തെരുവില് സദാചാര പോലീസ് കളിക്ക് ഇറങ്ങുമ്പോ ഈ പേരൊന്ന് ഓർത്തു വെച്ചേക്ക്. മധുശ്രീ. പേരിലേ ഉള്ളു തേൻ, തൊട്ട തീയ. ഓർത്തു വെച്ചോ.
മധുശ്രീ. ഇത് പിടിച്ചേ. മാഡം, ഇതുപോലൊരു കൊലച്ചതി ആ വിഷ്ണു കുഞ്ഞിനോട് ചെയ്യാൻ എന്തു ദ്രോഹം മാഡത്തോട് അവൻ ചെയ്തു? ഞാനിതിന് കൂട്ടു നിൽക്കില്ല. എത്രയോ നല്ല നല്ല ആലോചനകളാണെന്നറിയാമോ സത്യാമ്മ ഒഴിവാക്കിയത്. അവസാനം ഇതുപോലൊരു മരങ്കേറി പെണ്ണിനെ വിഷ്ണുവിനെ ആലോചിച്ചെന്ന് പറഞ്ഞാ എന്റെ തല വെട്ടും അവര്. ഒരു ചുക്കും ചെയ്യില്ല. ഇനി അഥവാ അറിഞ്ഞ മധുശ്രീയുടെ ചരിത്രം നിങ്ങൾക്കറിയില്ലെന്ന് പറഞ്ഞാൽ മതി. പ്രശ്നവും തീർന്നു. അത്രേ ഉള്ളു കാര്യം. കല്യാണം നടന്നു കഴിഞ്ഞാ അവരെന്ത് ചെയ്യാനാ? തൊണ്ടയിൽ പുഴുത്തത് ഇറക്കിയേ നിവർത്തിയുള്ളൂ എന്ന് പറഞ്ഞ് അവരങ്ങ് സഹിക്കും. അത്ര തന്നെ. മാഡം, അത് ഞാൻ ഇത്രയും വലിയൊരു അതിക്രമത്തിന് കൂട്ടു നിൽക്കണോ? ഇത് ന്യായമായ ചോദ്യം. കാത്തു നിന്ന് കാല് കഴിച്ച് നടുവൊടിച്ച് നടത്തുന്ന 10 കല്യാണങ്ങൾക്കും കൂടി എത്ര രൂപ കിട്ടും? വിലപേശലൊന്നുമില്ല. അതിന്റെ ഇരട്ടി തന്റെ അക്കൗണ്ടിൽ ഇട്ട് തരും. എന്താ, തനിക്കെത്രയും പണം കിട്ടിയാ കഴിക്കോ? സത്യമാണോ മാഡം? വിശ്വസിക്കാമോ? തീർച്ചയായും. ചതിയിൽ വഞ്ചന കലർത്തില്ല സുസ്മിത. വിഷ്ണുവും മധുശ്രീയുമായിട്ടുള്ള കല്യാണം നടന്ന പിറ്റേന്ന് തന്റെ അക്കൗണ്ടിൽ ക്യാഷ് വരും. അത് പറ്റില്ല. കെട്ട് കഴിഞ്ഞ് ചെറുക്കനും പെണ്ണും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് എനിക്ക് പണം കിട്ടിയിരിക്കണം. അങ്ങനെ വരട്ടെ, ട്രാക്കിലോട്ട് വരട്ടെ. ഇപ്പോഴാ ചേട്ടൻ ഓൺ ഫയർ ആയത്. അത്താഴ പട്ടിണിക്കാരനാ മാഡം. ഇത്രയും വലിയൊരു തുക വേണ്ടെന്ന് വെക്കാൻ മാത്രം വിജയകുമാർ വളർന്നില്ല. എനിക്ക് കാണണം അവന്റെ പതനം. എന്നെ തഴഞ്ഞ വിഷ്ണു ഒരു തറപ്പെണ്ണിന്റെ ഭർത്താവായി നടക്കുന്നത് എനിക്ക് കാണണം. എങ്കിലേ അവന് മനസ്സിലാവും ഈ സുസ്മിതയുടെ വില. ഓ, ഇത്രയും തറവേല കാണിക്കുന്ന നിന്നെക്കാൾ തറ വേറെ ആരും ഇല്ലടി പെണ്ണേ. എന്താ ഒരു ആലോചന? അതെ, വിഷ്ണു കുഞ്ഞിന്റെ മധുശ്രീയുടെയും കല്യാണം ഏത് വഴിക്ക് നടത്താമെന്നൊന്നും ആലോചിച്ചതാ. അപ്പോ ഈ കല്യാണം നടന്നു എന്ന് തന്നെ ഞാൻ ഉറപ്പിക്കാം. ഉറപ്പിക്കാം മാഡം, വാക്ക്. ഇനി കഥ മാറാൻ പോവാ ശാലിനി. കാത്തിരുന്ന് കണ്ടോ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. മാഡം എന്താ നേരത്തെ ഇറങ്ങിയത്? എന്തെങ്കിലും പേഴ്സണൽ ഫംഗ്ഷൻ ആണോ മാഡം? പേഴ്സണൽ ഫംഗ്ഷൻ അല്ല, സംതിങ് മോർ ദാൻ പേഴ്സണൽ. മാഡം ഫോൺ. ഈ കുഞ്ഞിച്ചി എന്താ ഫോൺ എടുക്കാത്ത? പിന്നെ അനുപല്ലവി, ശ്യാമേ. ശ്യാമേ. കുഞ്ഞിച്ചി, ഞാൻ ഇത്ര നേരമായിട്ട് വിളിക്കുക. ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം എനിക്ക് ഇവിടെ നിന്ന് വിളിക്കാൻ, അറിയോ? നീ കാര്യം പറ. കുഞ്ഞിച്ചിയോട് ഞാൻ ചെയ്യുന്ന ദ്രോഹമായിരിക്കും. ഇനിയെങ്കിലും ഇത് പറയാതിരുന്ന. വിഷ്ണുവേട്ടന് കല്യാണാലോചനകൾ നടക്കുന്ന കാര്യം കുഞ്ഞിച്ചിക്ക് അറിയാലോ. അതിലിപ്പോ ഏതെങ്കിലും ഒന്ന് നടത്തണമെന്നുള്ള വാശിയില്ല സത്യമ്മ. അതൊരു പുതിയ കാര്യമൊന്നും അല്ലല്ലോ. കുഞ്ഞിച്ചി പക്ഷെ പഴയതുപോലെ അല്ല. ഇത്തവണ എന്തെങ്കിലും ഒന്ന് നടക്കും. വിഷ്ണുവേട്ടൻ നിസ്സഹായന കുഞ്ഞിച്ചി. പറഞ്ഞ സമയത്തിനുള്ളിൽ കുഞ്ഞിച്ചിയെ കണ്ടുപിടിക്കാനായില്ലെങ്കിൽ ഡിവോഴ്സിന് സമ്മതിക്കാമെന്നായിരുന്നല്ലോ സത്യമായിട്ടുള്ള ധാരണ.
കുഞ്ഞേച്ചിയാണെങ്കിൽ വിഷ്ണുവേട്ടൻ ഇതുവരെ പിടികൊടുത്തതുമില്ല. അപ്പോ ഞാനായോ കുറ്റക്കാരി? അയ്യോ, കുഞ്ഞേച്ചിയെ ഞാൻ കുറ്റപ്പെടുത്തിയതല്ല. മതി. പറഞ്ഞു വന്നത് എന്താന്ന് എനിക്ക് മനസ്സിലായി. എന്ത് വന്നാലും ഞാൻ ഉൾക്കൊള്ളാൻ തയ്യാറാവണം. നിനക്കൊരു കുഴപ്പവും വരാൻ പാടില്ല, അതല്ലേ? അയ്യോ കുഞ്ഞേച്ചി, ഞാൻ എങ്ങനെയൊന്നും. നീ പേടിക്കണ്ട ശ്യാമേ. എല്ലാം ഉൾക്കൊള്ളാൻ തയ്യാറായി തന്നെയാ നിന്റെ കുഞ്ഞേച്ചി ഇവിടെ ഇരിക്കുന്നത്. എനിക്കും എൻ്റെതായ ജീവിതവും തീരുമാനങ്ങളും ഒക്കെയുണ്ട്. കുഞ്ഞേച്ചി ഞാൻ. ഹലോ ഹലോ കുഞ്ഞേച്ചി. ഹലോ. എന്തു പറ്റി മാഡം? ഒന്നും പറ്റിയതല്ലാനോ. ദൈവത്തെ കബളിപ്പിച്ച് പുതിയൊരു ജന്മവും ജീവിതവും സ്വീകരിച്ച ആളാ ഞാൻ. ഇപ്പോൾ മൂന്നാമതൊരു ജന്മത്തിന് കൂടി സമയമായെന്ന് തോന്നുന്നു. രാമേട്ട, വണ്ടി നിർത്ത. ദേവ, ശാലിനി, വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. പ്ലസന്റ് സർപ്രൈസ്. ഞാൻ ഇവിടെ ഉണ്ടെന്ന് നിനക്കറിയില്ലടാ ചേട്ടാ. എനിക്കറിയാമോ എന്ന് പറഞ്ഞാ ഞാൻ മധുരയിൽ പോരുന്നതിന് മുമ്പ് നല്ല വൃത്തിയായി നിന്നോട് പറഞ്ഞിരുന്നല്ലേടാ ചേട്ടാ തിരുവനന്തപുരത്തിന് ട്രാൻസ്ഫർ എന്ന്. ഓ, ഇപ്പൊ ഓർമ്മ വന്നു. ശാലിനി മാഡമാണ് ഇവിടുത്തെ ചക്രവർത്തിനി എന്നും ഈ ജില്ലയിൽ വരുമ്പോ മുഖതാവിൽ ദർശനം നൽകണമെന്നും അരുളപ്പാടുണ്ടായിരുന്നു. അതെ, അങ്ങനെ തന്നെ. ഇവിടുത്തെ ചക്രവർത്തിനിയൊന്നും അല്ലെങ്കിലും ചെറിയൊരു ഇളമുറ തമ്പുരാട്ടിയായിട്ട് വരും ഞാൻ. എന്റെ അനുവാദമില്ലാതെ ഇവിടെ ചുറ്റിത്തിരിയുന്ന എന്തിനാന്നാ ഞാൻ ചോദിച്ചത്. അത് പിന്നെ എന്താടാ ചേട്ടാ, മദാമ്മമാരുടെ കോവളും തൃശൂർ പൂരവും ബേക്കൽ ഫോട്ടോ ഒക്കെ കാണിച്ച് കാശടിക്കുന്ന പരിപാടി വീണ്ടും തുടങ്ങിയോ? അതൊന്നും അല്ലെന്ന്. പിന്നെ വെള്ളിമുങ്ങിയും ഗജരാജമുത്തും ഇരുതലമൂരിയൊക്കെ ആണോ? പൊന്നു മോനെ, എന്റെ കൈ തന്നെ വന്ന് വീഴുവേ, പറഞ്ഞില്ലെന്ന് വേണ്ട. അതൊന്നും അല്ല ശാലിനി. പിന്നെ നീ എന്തിനാ എന്റെ അടുത്ത് ഒളിച്ചു കളിക്കുന്നെന്നാ ഞാൻ ചോദിച്ചേ. ഇനി പഴയ കാമുകിമാര് വല്ലതും ആണോ? എന്റെ പെർമിഷൻ ഇല്ലാതെ അവരുടെ പിന്നാലെ പോവാൻ വല്ല പ്ലാനും ഉണ്ടെങ്കിൽ കൊന്നു കളയും ഞാൻ. പൊന്നു ശാലിനി, ഞാനൊന്ന് പറഞ്ഞോട്ടെ? ശരി, പറ. എടോ, ഒരു ബിസിനസ് ഡീൽ ഉണ്ടായിരുന്നു. കോടികൾ മറിയുന്നതാ. സമ്മതിച്ചു. പക്ഷേ ഇവിടെ വന്നിട്ട് എന്നെ കാണാതെ മുങ്ങുന്ന എന്തിനാന്നാ ഞാൻ ചോദിച്ചത്. ഇവിടെ ഞാനുണ്ടെന്നുള്ള കാര്യം മറന്നു എന്ന് പറഞ്ഞതേ അത് കള്ളമാണെന്ന് മനസ്സിലായി. ദേ,
ദേവന് എന്നെ എളുപ്പം മറക്കാൻ പറ്റില്ല എന്നും അറിയാം. എടോ അത് വേറൊന്നുമല്ല, ഒരു കോക്ടെയിൽ പാർട്ടിയിൽ വെച്ചായിരുന്നു ബിസിനസ് ഡീൽ. പോരെ? അപ്പൊ 2 എണ്ണം വീശി അല്ലേ? അതെ, 2 എണ്ണം മാത്രം. ദേവാ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ, ഇതുകൊണ്ട് തന്നെയാ മാഡം ഞാൻ മാഡത്തെ കാണാൻ വരാതിരുന്നത്. ഉം. ശരി, ഇനി എന്താ പരിപാടി? എന്തായാലും ഇന്ന് മടക്കമില്ല, സ്റ്റേ ആണ്. ആ, എന്നാ വാ, നമുക്ക് വീട്ടിലേക്ക് പോ. ഏയ്, റിസോർട്ടിലാ സ്റ്റേ, പാക്കേജിന്റെ ഭാഗമാ. എങ്കിലും ഇവിടെ വന്നിട്ട് ദേവൻ വേറെ റൂം എടുത്ത് താമസിക്കാന്ന് പറഞ്ഞ ആ, സാരമില്ല ശാലിനി, ഇയാളുടെ പരാതിയും പരിഭവമൊക്കെ തീർക്കാൻ കൂടി വേണ്ടിയാ ഞാൻ വന്നത്. ബിസിനസ് ഡീൽ മാത്രമല്ല മനസ്സിൽ. എങ്ങനെ പോകുന്നു ലൈഫൊക്കെ? കരയ്ക്ക് പിടിച്ചിട്ട മീനിന്റെ അവസ്ഥ. ഒറ്റ വാചകത്തിൽ വേണമെങ്കിൽ അങ്ങനെയും പറയാം. ജീവിതമില്ല, മരണവുമില്ല, പിടച്ചില് മാത്രം. ഏയ്, അതിന് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. പറഞ്ഞില്ലേ, ശാരദാമ്മയെ കാണാൻ വേണ്ടി കൂടിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ വരുന്നുണ്ട് വീട്ടിലേക്ക്. ആ, ഞാൻ ദേവനല്ലേ പറയുന്നേ. ശരി, എന്നാലേ ഇയാൾ വിട്ടോ, എനിക്ക് 1-2 മീറ്റിംഗ്സ് കൂടിയുണ്ട്. വീട്ടിലേക്ക് വന്നിട്ടല്ലേ ദേവൻ മടങ്ങൂ. ആ, വരാന്ന് പറഞ്ഞില്ലേ? പിന്നെ മീറ്റിങ്ങുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് പെഗിന്റെ എണ്ണവും കൂട്ടണ്ട. ഇല്ലടോ. ശരി. ഉം. ഉം. ആ. ഉം. ഉം. മാഡം ചോദിക്കുന്നോണ്ടൊന്നും തോന്നരുത്. ആരാ മാഡം പുതിയ കഥാപാത്രം? പുതിയതല്ല, പഴയ കഥാപാത്രം തന്നെയാ. വരാൻ അല്പം താമസിച്ചു എന്ന് മാത്രം. പക്ഷേ എത്തിയത് കൃത്യസമയത്ത് തന്നെയാ. പ്രിയ താരങ്ങൾ കുടുംബനാഥനോടൊപ്പം. குடும்பத்தோடைய தலைவன் அந்த மம்முக்கா தான் இருக்க முடியும். ஜாக் ஃப்ரூட். പുഷ്പ ആദ്യം കണ്ടപ്പം ചക്കയായിട്ടൊക്കെ തോന്നിക്കാണും. താരറാണിമാരുടെ നർമ്മത്തിൽ ചാലിച്ച സുവർണ വാക്കുകൾ. വെളിയിൽ നിന്ന് മുള്ളുമുള്ളാ இருக்கும், ഉള്ള വന്ന് സ്വീറ്റാ இருக்கும். ചക്കയ്ക്ക് മുള്ളുണ്ട്, പക്ഷെ ഈ ചക്കയുടെ മുള്ളിന് വേദനയില്ല. സി കേരളം കുടുംബം ടെലിവിഷൻ അവാർഡ്സ് 2024 സെപ്റ്റംബർ 5-6 വ്യാഴം വെള്ളി ദിവസങ്ങളിൽ. ഇങ്ങോട്ട് ഇരിക്കുക ഗോപാലേട്ടാ. വേണ്ട ശാരദേ. ഗോപാലേട്ടനോടല്ലേ പറഞ്ഞ് ഇങ്ങോട്ട് അങ്ങ് ഇരിക്കാൻ? കാറ്റും വെളിച്ചവും കൊള്ളാതെ വീടിനകത്ത് തന്നെ ഇരിക്കുന്നതുകൊണ്ടായി പകുതി അസുഖം. ശാരദേ, അത് ഹാ, ചെന്നിരിക്കുക ഗോപാലേട്ടാ, ചെല്ല്. ഇപ്പൊ നടക്കാവുന്നൊക്കെ ആയിട്ടുണ്ടല്ലോ. ഇനി അങ്ങോട്ട് കുറച്ച് പുറത്തോട്ടൊക്കെ ഇറങ്ങി നടക്കണമെന്നല്ലേ വൈദ്യര് പറഞ്ഞിരിക്കുന്നത്?
അതിൻ്റെ ഒപ്പം ഇവിടുത്തെ ആളുകളായി മിണ്ടിയും പറഞ്ഞൊക്കെ ഇരുന്ന് അസുഖം പെട്ടെന്ന് അങ്ങ് ഭേദമാവും. കുറച്ചൊക്കെ മനസ്സിന്റെ കൂടിയാ ഈ കുഴപ്പമൊക്കെ.